മുത്തും പവിഴവും അതിൻ്റെ പുതിയ ഒരു അന്വേഷണവുമായി തീരത്തിലെത്തി നിൽക്കുകയാണ്. ഒ.എൻ.വി. സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ ഭൂരിഭാഗം ഗാനങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പാടുക, പാടി അല്ലെങ്കിൽ പാട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ സീരീസിലൂടെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് അതാണ്. ഇന്ന് പറയാൻ പോകുന്ന ചിത്രം ചുവന്ന ചിറകുകൾ. ഇതിൻ്റെ തിരക്കഥ ശ്രീമാൻ തോപ്പിൽ ഭാസിയാണ്, സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ ശങ്കരൻ നായർ സാറാണ്. പതിവുപോലെ തന്നെ സലിൽ ചൗധരി ഒ.എൻ.വി. കോംബോയാണ് ഈ ചിത്രത്തിൽ. 3 ഗാനങ്ങളുണ്ട്. ഈ 3 ഗാനങ്ങളിലും എവിടെയെല്ലാമാണ് നമ്മൾ അന്വേഷിക്കുന്ന ഈ വാക്കിൻ്റെ ആ ഇന്ദ്രജാലം വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ യേശുദാസ് സാറ് പാടിയ കർണാമൃതമായ ഒരു ഗാനമുണ്ട്, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പറന്നു പോയി നീ അകലേ, നിറന്ന പൊൻചിറകുമായി പറന്നണഞ്ഞു, നിണം വാർന്ന ചിറകുമായി പറന്നകന്നു. പറന്നണഞ്ഞു, പറന്നേറുന്നു. അതാണ് രണ്ട് പറയാൻ. പറന്നുപോയി നീ അകലെ. ഇങ്ങനെയാണ് പല്ലവി മനോഹരമായിട്ട് ആരംഭിക്കുന്നത്. പല്ലവി തുടങ്ങുന്നു, മറന്നെങ്കിലോർത്തു ഞാൻ, മനം നൊന്തു പാടി ഞാൻ. മറന്നെങ്കിലെന്ന് ഓർത്ത് ഞാൻ, ഇതാ മനം നൊന്തു പാടി ഞാൻ. കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ കാവ്യശൈലിയിലെ എന്താ പറയുക, നമ്മൾ ക്ലീഷ എന്ന് പറയാൻ പാടില്ലെങ്കിൽ കൂടി ആവർത്തന വിരസതയാണെങ്കിലും ഇവിടെ കണ്ട മനം നൊന്തു പാടി എന്ന പല്ലവിയുടെ തുടക്കത്തിൽ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. ഇതാ വീണ്ടും വരുന്നു, ഉഷസിൻ്റെ തീരങ്ങളിൽ ഉണർന്നെത്തി നിൽക്കും ഞാൻ, നീ പാടിയോ മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ. കണ്ടോ, വീണ്ടും നീ പാടിയോ മലർച്ചുണ്ടിൽ നിന്നൂർന്ന മണികളുണ്ടോ. 2 തവണ വീണ്ടും അനുപല്ലവിയിൽ ഇതാ പ്രയോഗിച്ചിരിക്കുന്നു. ഇതാ കവി അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഇനി പാടി ഉറക്കാൻ ഇരുൾ പക്ഷി വന്നാലും നിനക്കായി മാത്രം ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. പറന്നുപോയി നീ അകലെ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഒരു ബേർഡ് ഫ്ലൈയിങ് അല്ല, മനസ്സിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു വാതായനങ്ങൾ തുറന്നിട്ടുള്ള സഞ്ചാരം പോലെയാണ് ഈ ഗാനം. സലിൽ ചൗധരിയുടെ വളരെ മാസ്മരികമായ സൗന്ദര്യവുമാണ്, ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഗാനമാണ്. ഇനി രണ്ടാമത്തെ ഗാനം ജാനകിയമ്മ ആലപിച്ച എന്താ രസമുള്ള ഗാനം എന്നറിയാമോ. യാമിനി ദേവി യാമിനി പാടു നീ എൻ കഥ, എൻ്റെ ദുഃഖം നിന്റെ കൺകളിൽ കണ്ടു ഞാൻ 1000 താരകൾ പൂത്ത യാമിനി ദേവി യാമിനി പാടു നീ എൻ കഥ. തുടക്കത്തിൽ തന്നെ യാമിനി ദേവി യാമിനി പാടു നീ എൻ കഥ. പാടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാസ്മരിക സംഗീതത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മഥിക്കുന്ന മാസ്മരികമായ പദവും കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഗാനം. ബീജിയം കഴിഞ്ഞ് അനുപല്ലവി ആരംഭിക്കുന്നത് എന്താ ഒരു പ്രത്യേക തരത്തിലാണ്. ഏതോ വിഭാതശ്രീ വിളിച്ചുണർത്തി, ചുടുകാറ്റു ചുംബിച്ചു പതിതയായി ഞാൻ, ഏതോ വിഭാത ശ്രീ വിളിച്ചുണർത്തി. ശരിക്കും എന്താ പാടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, രോമാഞ്ചം ഉണ്ടാകുന്നു. മനസ്സിലെ എവിടേക്കോ സ്പർശിക്കുന്ന തരത്തിലാണ് എൻ്റെ സംഗീതം. എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹത്തിന് മലയാളം അറിയുന്നതിൽ കൂടി സലിൽ ചൗധരിക്ക് വേണ്ടിയിട്ട് ഈ വരികൾ തന്നെ അതിനൊപ്പം തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷെ എപ്പോഴും അർത്ഥവ്യത്യാസം ഉണ്ടാവാൻ പാടില്ലല്ലോ, സൗന്ദര്യം ചോർന്നു പോകാൻ പാടില്ലല്ലോ. ഏതോ വിഭാതശ്രീ വിളിച്ചുണർത്തി, ചുടുകാറ്റ് ചുംബിച്ച് പതിതയായി. പക്ഷേ സിനിമയുടെ സിറ്റുവേഷനിൽ നിന്നും മാറാനും പാടില്ല. ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു കവിയും ഗാനരചയിതാവും ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന്. അതിൻ്റെ അവസാന ഭാഗം, എൻ കഥകൾ പാടി നീയും ശ്യാമവർണ്ണയായി, എൻ്റെ ബാഷ്പമുക്താഹാരം അണിയൂ നീ യാമിനി ദേവിയാ. എൻ്റെ കണ്ടോ പാടി നീ, എവിടെയും പറയും എൻ്റെ ബാഷ്പമുക്താഹാരം. എന്താ പാടി, അവിടെ വാക്ക് ഉപയോഗിച്ചു അദ്ദേഹം വീണ്ടും. അപ്പോൾ 2 പ്രാവശ്യം ആണ്
ഈ ഗാനത്തിലും അദ്ദേഹം ഈ വാക്ക് യാമിനി ദേവി പാടുപറഞ്ഞ് അതിൻ്റെ വനിപല്ലവിയിലും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇതിലെ മൂന്നാമത്തെ ഗാനം യേശുദാസ് സാർ പാടിയ എല്ലാ കാലത്തെ അതിജീവിക്കുന്ന ഗാനമാണ്. ഏത് തലമുറയിൽപ്പെട്ടവരും കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടാൽ അവർ ഈ പാട്ടിന് അടിമയാകും. നീയൊരോമൽ കാവ്യചിത്രം പോലെ, നീയൊരാമ്പൽ പൂവിൻ മിഴിയിലെ നാണം പോലെ, സ്വർണസന്ധ്യ പോലെ, ഒരു കുടന്ന പനിനീർപ്പൂ പോലെയോമലേ, നീയൊരോമൽ കാവ്യചിത്രം പോലെ. ഭാവന ഇങ്ങനെ പീലി വിടർത്തി ആടുകയാണ്. നീ ഒരു ഓമൽ കാവ്യചിത്രം പോലെ, നീ ഒരു ആമ്പൽ പൂവിൻ്റെ മിഴിയിലെ നാണം പോലെ, സ്വർണസന്ധ്യ പോലെ, ഒരു കുടന്ന. ഈ വാക്കൊക്കെ അദ്ദേഹം ഒരു കുടന്ന ഒരുപാട് സിനിമകളും മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങോട്ടത്തുള്ളതിനകത്ത് കുടന്ന എന്നുള്ള വാക്ക് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഒരു കുടന്ന പനിനീർപ്പൂ പോലെ ഓമലെ, നീ ഒരു ഓമൽ കാവ്യചിത്രം പോലെ എൻ്റെ മുൻപിൽ നിൽക്കുകയാണെന്ന്. ഇനി അനുപല്ലവിയുടെ ആരംഭം. മിന്നും നുണക്കുഴി കുഞ്ഞിടച്ചുഴികളിൽ മുങ്ങി ഞാൻ. കണ്ടോ, മിന്നും നുണക്കുഴി കുഞ്ഞിട ചുഴികളിൽ, കവിളിനെ കുറിച്ച് പറയാണ്. മുങ്ങി ഞാൻ കണ്ണിൽ നീല നീല വിണ്ണിൽ പാടി പാടി വെള്ളിൽ കിളി പോലെ പറന്നു ഞാൻ. കണ്ടോ, പാടാതാര ധീര താരാതാര. ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കണം, ആ പാട്ടിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് മലയാളം അറിയില്ല സലിച്ചോരിക്ക്. അപ്പോൾ അതങ്ങനെ ആ സംഗീതത്തിൽ വരുമ്പോഴത്തേക്ക് കണ്ണിൽ നീല നീല വിണ്ണിൽ പാടി പാടി. എന്തായാലും ഈ പാട്ടിൽ ഈ ഭാഗത്തിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ എന്താ പറയുക, ചുവന്ന ചിറകുകൾ എന്ന് പറയുന്ന ഈ ചിത്രത്തിലെ 3 ഗാനങ്ങളിലും അദ്ദേഹം ഗംഭീരമായി എന്താ പറയുക, കൃത്യസ്ഥലത്ത് ആപ്റ്റായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ പറയുകയാണ്. തൃപ്തിയായല്ലോ? നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന എല്ലാ ആഴ്ചകളുടെ ദിവസങ്ങളിലും ഞങ്ങൾ പുതിയ പുതിയ ഗാനങ്ങളുമായിട്ട് വരുന്നുണ്ട്. വീണ്ടും വരും. നിങ്ങൾ അതുവരെ അക്ഷമരായി കാത്തിരിക്കുക.